ഇതിലിപ്പോൾ ഇഷ്ടംപോലെ ആയുർവേദിക് മെഡിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഈ അരിഷ്ടം എന്ന് പറയുന്ന ആൽക്കഹോളാണ്. അതിപ്പോൾ കുറേ ആൾക്കാർ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് എന്തോരം അരിഷ്ടങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി സയൻറ്റിഫിക് ആയിട്ട് പറയാൻ ഞാനൊരാളല്ലെങ്കിലും ഇതിപ്പോൾ പല ആൾക്കാരും അൺസൂപ്പർവൈസ്ഡ് ആയിട്ട് സ്വന്തം രീതിയിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ ഡെഫിനറ്റ്ലി ഒരു സിറോജനിക് ഡോസ്, അതായത് സിറോസിസ് ഉണ്ടാകുന്ന ഡോസ് അവർ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇഷ്ടംപോലെ ലേഡീസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ. ഇപ്പോൾ അവർ ആൽക്കഹോളിക് എന്നല്ല, നമ്മൾ മദ്യപാനിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്നേ പറയുള്ളൂ. കോട്ടക്കൽ ഭാഗത്ത് ഒരു സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ലിവർ സിറോസ് കാണുക ഫീമെയിൽസിന്. ബിക്കോസ് ഓഫ് അരിഷ്ടം. വെറുതെ മേടിച്ചു കുടിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞിട്ടല്ല, വെറുതെ സ്വന്തം അല്ല, അവർക്കറിയില്ല. അവരുടെ ഭാഗത്തുള്ള കോമൺ ഇതാണല്ലോ അരിഷ്ടം. നാച്ചുറൽ റെമഡീസ് മരുന്നുകൾ കഴിക്കാൻ ആയുർവേദം കഴിച്ചാൽ ടെൻഷൻ ഇല്ലല്ലോ ആൾക്കാർക്ക്. ഈവൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ they are not willing. ഒരു 5 ദിവസത്തെ ആന്റിബയോട്ടിക് 3 ദിവസം കഴിച്ച് തന്നെ നിർത്തുന്ന ആൾക്കാർ 1 മാസത്തേക്ക് കൊടുക്കുന്ന അരിഷ്ടം വേണമെങ്കിൽ അവർ 1-2 വർഷം കഴിക്കും സ്വന്തമായിട്ട്. ഇത് നാച്ചുറൽ അല്ലേ, ഇതിനെ കൊണ്ട് എന്ത് പറ്റാണ്. പക്ഷെ ഇതിനെ കൊണ്ട് സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ഫീലിംഗ് കിട്ടും. ആൽക്കഹോൾ ആകുമ്പോൾ പിന്നെ അതിനൊരു അഡിക്ഷൻ വരും. അത് ഒരു ഫീലിംഗ് ഗുഡ് എന്നുള്ളൊരു ഫീലിംഗിൽ അത് ഹെൽത്ത് ബെനിഫിറ്റ് വരുന്നു എന്നുള്ള രീതിയിൽ ആക്ച്വലി അഡിക്ഷൻ ആയിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കും. അങ്ങനെ കുറേ ആൾക്കാർ സിറോസ് ആയിട്ട് നമ്മൾ കാണാറുണ്ട്. പിന്നെ വേറൊരു ഇത് ഫീമെയിൽസിൽ ഒബീസിറ്റി കുറച്ച് കൂടുതലാണ്. അപ്പോൾ അവർക്ക് അണ്ടർലൈങ് ആയിട്ട് ഫാറ്റി ലിവർ റിലേറ്റഡ് ടു ഒബീസിറ്റിയും കൂടി ഉണ്ടാവും. അപ്പോൾ അത് കൂടാണ്ട് ആൽക്കഹോളും കൂടി കഴിക്കുമ്പോൾ ഒരു ഡബിൾ ഡാമേജ് പോലെ വരും. ഉള്ള അസുഖത്തെ കൂടുതൽ വർഷനാക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ മൊത്തത്തിലുള്ള ഗ്യാസ്ട്രിക് ഹെൽത്തിനെ മോശമാക്കുന്ന ഹാബിറ്റുകൾ എന്തൊക്കെയാണ്? അതർ ദാൻ ഈ പറഞ്ഞ മാതിരി പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, വേറെ എന്തൊക്കെയാണ് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടില്ല? ഞങ്ങൾ ഈ കാണിക്കുന്ന ഇതുപോലത്തെ മണ്ടത്തരങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഒരു കാര്യമില്ലാണ്ട് വെറുതെ അരിഷ്ടം കുടിക്കുന്ന പോലത്തെ മണ്ടത്തരങ്ങൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫുഡാണ്. ഫുഡിന് പ്രയോറിറ്റി കൊടുക്കുക. അത് നമ്മളെ അല്ല എന്ന് വെച്ചാൽ എല്ലാ ദിവസവും സാലഡ് കഴിക്കണം എന്നല്ല പറയുന്നത്. പക്ഷേ ഈറ്റ് ഹെൽത്തി, സ്ലീപ് വെൽ, ഡു എക്സസൈസ്, പ്ലെൻറ്റി ഓഫ് വാട്ടർ. അപ്പോൾ അതൊക്കെയാണ് ബേസിക് തിങ്സ്. പിന്നെ some people say alcohol also little bit of benefit, ഒരു റെഡ് വൈൻ അതൊക്കെ ആൾക്കാർ ഫോളോ ചെയ്യുന്നവരുണ്ട്. ഐ ഹാവ് സീൻ many people. My husband is in army, so I see good people, നല്ല ലൈഫ് സ്റ്റൈലുള്ള നല്ല ഹെൽത്തി ആയ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എവറിത്തിങ് ഹാസ് എ ലിമിറ്റ്, അത്രേ ഉള്ളൂ. അല്ല അപ്പോൾ ഒരു ഗുഡ് ലൈഫ് സ്റ്റൈൽ എങ്ങനെ വെച്ചാൽ അതുപോലെ ചെയ്യാം. ഇതൊക്കെ ഭയങ്കര ബേസിക് അഡ്വൈസ് അല്ലേ. സോ പീപ്പിൾ തിങ്ക് ഇതൊക്കെ സാധാരണ അഡ്വൈസ് എന്താ, പക്ഷെ അത് കേൾക്കാൻ സിമ്പിൾ ആണെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യണമല്ലോ. ഞാൻ ചോദിച്ചതേ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞ ഈ അരിഷ്ടം കുടിക്കുന്ന പോലത്തെ മണ്ടത്തരങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മൾ നല്ലത് എന്ന് വിചാരിച്ച് ചെയ്യുന്ന, പക്ഷേ നമ്മുടെ ഓവർ ഡിപെൻഡൻസ് ഓൺ സപ്ലിമെന്റ്സ് വിച്ച് ആർ നോട്ട് റെഗുലേറ്റഡ്. നമ്മൾ ഇത് കഴിച്ചാൽ എനിക്ക് ഭയങ്കര ഗട്ട് ഹെൽത്ത് ആയിരിക്കും, ഇത് കഴിച്ചാൽ എനിക്ക് എൻ്റെ ശരീരം ആകെപ്പാടെ ഓവർ ഡിപെൻഡൻസ് ഉണ്ട്. ആൻഡ് ഓൾ ദീസ് ആർ അണ്ടർ റെഗുലേറ്റഡ്. എന്താ നമ്മൾ സ്വന്തം പോയിട്ട് അവർക്ക് സ്വന്തം പോയിട്ട് എനിക്കതൊന്ന് ഐ ഫെൽറ്റ് ദാറ്റ് ഇൻ ദ ലാസ്റ്റ് മേ ബി 1 or 2 years യങ്സ്റ്റേഴ്സ് എസ്പെഷ്യലി ഒരു 10th സ്റ്റാൻഡേർഡ് ആയി കഴിഞ്ഞാൽ they want to build body. If they want to build body, they want to take all the supplements in the market. And current generation is very hustling generation. They are not lazy. Okay, they will do the work. So they will work, they will make the money, and they will buy all these supplements, and then they will fuel, they will do the gym also. So they are doing good thing, but at the same time they are doing bad things also for their body. I think there is over dependence and consumption of supplements in the last few years among youngsters. I did not ഇത് മുതിർന്നവരോ ഞങ്ങളുടെ പ്രീവിയസ് ജനറേഷൻ ഇത് അത്ര ഇഷ്യൂ എനിക്ക് തോന്നിയിട്ടില്ല. 90s പ്രശ്നമില്ല. ഇപ്പോൾ ഉള്ളവർക്കാണ് അവർ ഭയങ്കര പ്രോആക്റ്റീവ് ആണ്. അപ്പൊ ആ പ്രോആക്ടിവിറ്റി അതിന് കാറ്റലിസ്റ്റ് ആയിട്ടായിരിക്കും അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഒരു ആഡ് ചെയ്യാനുള്ളത്, ഈ എസ്പെഷ്യലി ഈ ഒരു പോപ്പുലേഷൻ യങ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, ഇവർ ഈ പ്രോട്ടീൻ പൗഡറും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഏറെക്കുറെ ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ OPD നിന്ന് കാണുമ്പോൾ അതിൽ വരുന്ന യങ് ആയിട്ടുള്ള ആൾക്കാരിൽ പൈൽസുള്ള ആൾക്കാരിൽ പകുതിയിലെ ആൾക്കാരും ഈ പ്രോട്ടീൻ പൗഡർ എടുക്കുന്ന ആൾക്കാർ. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെയാണ് വേണ്ടത്. പ്രോട്ടീൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മീറ്റായിട്ടും അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡറായിട്ടും അല്ലെങ്കിൽ മുട്ടയായിട്ടും കഴിക്കുമ്പോൾ നമ്മൾ ഫൈബർ ഇല്ലാണ്ട് വരുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ വളരെ സിവിയർ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ വളരെ യങ് ആയിട്ടുള്ള ആൾക്കാരില്ല, ഇപ്പോൾ 18 വയസ്സുള്ള ആൾക്കാർക്ക് പൈൽസും ബ്ലീഡിങ്ങും ആയിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. അതൊരു കഷ്ടമാണ്. വയസ്സത്തേക്ക് അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ കഴിക്കുന്ന നോർമൽ മുട്ട, ചിക്കൻ, മീനും, പിന്നെ നമ്മൾ ഇത്രയും ഞങ്ങളൊക്കെ വളർന്നപ്പോൾ കഴിച്ച പച്ചക്കറികൾ തന്നെ കഴിച്ചാൽ മതി.
ഇറ്റ് ഈസ് അവൈലബിൾ ഞങ്ങൾക്ക്. പക്ഷെ അതിൽ ഇമ്പോർട്ടൻസ് കാണും. ഓവറാക്കി നശിപ്പിക്കാതിരുന്നാൽ മതി എന്നല്ലേ ഡോക്ടർ ഉദ്ദേശിച്ചത് അല്ലെ? ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആയിനോ, സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആയിനോ, ഡോക്ടറുടെ സ്പെഷ്യലൈസേഷനിൽ മിനിമൽ ആക്സസ് വരെ ഐ അണ്ടർസ്റ്റാൻഡ്. അതിൽ ഈ ബാരിയാട്രിക് സർജറി എന്താണിത് സംഭവം? ബാരിയാട്രിക് എന്ന് പറയുമ്പോൾ ഇനീഷ്യലി അത് സ്റ്റാർട്ട് ചെയ്തത് വെയിറ്റ് ലോസ് സർജറി എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അതിനെ ഒരു മെറ്റബോളിക് സർജറി എന്നും ഡയബറ്റിസ് സർജറി എന്നും പറയാറുണ്ട്. കാരണം ഇത് ഇനീഷ്യലി നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടി കൊണ്ടുവന്ന സർജറി ആണെങ്കിൽ ഇതിന് നമുക്ക് ഒബീസിറ്റി, അതായത് അമിതവണ്ണമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അസുഖങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, കാർഡിയാക് ഡിസീസ്, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ, അതുകൂടാണ്ട് ഈ കൂർക്കമ്പലി, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ്, ഈ പൊളിച്ചിത കെട്ടി വരല്, അതുകൂടാണ്ട് ഇപ്പോൾ വെരിക്കോസ് വെയിൻസ്, ഡീപ്പ് വെയിൻ ത്രോംബോസ്, എനിക്ക് ഐ ക്യാൻ ഗോ ഓൺ, അങ്ങനെ കുറേ അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പോൾ ഡയറക്റ്റ്ലി ഒബീസിറ്റി കാരണം വരുന്ന അസുഖങ്ങൾ. അപ്പം ഇത് നമുക്ക് ഈ ബാരിയാട്രിക് സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ പൊട്ടൻഷ്യലി ക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊരു ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ഗുളിക സ്റ്റാർട്ട് ചെയ്യുന്നു, ഗുളിക ഡോസ് കൂട്ടുന്നു, പിന്നെ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അങ്ങനെ കൂടി പോകുന്നു, ഷുഗർ കൺട്രോൾ ചെയ്യുന്നു, അൺകൺട്രോൾഡ് ആയിരിക്കുന്നു, ചിലപ്പോൾ കൺട്രോൾ ആവുന്നില്ല, ഡയറ്റ് നോക്കുന്നു. ഈ ഒരു ഇപ്പോൾ നമ്മൾ ഒബീസിറ്റി എടുക്കുകയാണെന്ന് വെച്ചാൽ 1/3 ഓഫ് ദ പീപ്പിൾ ആർ ഡയബറ്റിക്. ഒബീസിറ്റി ഉള്ള ആൾക്കാരിൽ 1/3 ഡയബറ്റിക് ആയിരിക്കും. അതുപോലെ തന്നെ ഡയബറ്റിക് ഉള്ള ആൾക്കാരിലും ഓൾമോസ്റ്റ് 1/3 ഒബീസ് ആയിരിക്കും. അപ്പം ഇങ്ങനത്തെ ആൾക്കാരിൽ നമുക്ക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ ബി പൊട്ടൻഷ്യലി ക്യൂർഡ്. അത് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റും. അത് കൂടാണ്ട് തന്നെ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ഫാറ്റി ലിവർ ഉണ്ട്. അത് ഫാറ്റി ലിവർ നമ്മൾ കുറേ നാൾ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഗ്രേഡ് 2 ഇതായിട്ട് ഫൈബ്രോസിസ് ആയി മാറും. ഇതിപ്പോൾ എല്ലാവരിലും ആവുന്നല്ല, അപ്പം മെല്ലെ അത് ഡാമേജ് ആയി പോകും. അപ്പോൾ ഇതിനെല്ലാം പൊട്ടൻഷ്യലി ഇപ്പോൾ ഏർലി സിറോസിസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒബീസിറ്റി റിലേറ്റഡ് ആണെങ്കിൽ, ഇപ്പോൾ ആൽക്കഹോൾ കഴിക്കുന്ന ആളുടെ സിറോസിസ് അല്ല, പക്ഷേ ഒബീസ് ആയിട്ടുള്ള ഒരാൾക്ക് ഏർലി സിറോസിസ് ഉണ്ടെങ്കിൽ ബാരിയാട്രിക് സർജറി ക്യാൻ ക്യൂർ ദാറ്റ് സിറോസിസ്. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പം മെറ്റബോളിക് ആയിട്ടുള്ള ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡിസത്തിന് വേണ്ടി മരുന്ന് കഴിക്കുന്നു, തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നു. അപ്പോൾ അവർ ആ ഒരു മരുന്നിൻ്റെ ഡോസ് കൂടാൻ കാരണം അവരുടെ ബോഡി വെയിറ്റ് കൂടിയത് കൊണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ബോഡി വെയിറ്റ് നോർമൽ ആയിട്ട് എത്തിക്കാൻ പറ്റുകയാണെന്ന് വെച്ചാൽ ആ മരുന്ന് നിർത്താൻ പറ്റും. അങ്ങനെ കുറേ മരുന്നുകൾ നമുക്ക് തരും. ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ മരുന്ന്, ഷുഗറിൻ്റെ മരുന്ന്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് 2 വീക്സ് മുമ്പ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തൊരു ബാരിയാട്രിക് സർജറി അവർ ഡിസ്ചാർജ് ആയി പോകുമ്പോൾ അവരുടെ ഷുഗർസ് ആർ നോർമൽ, 130 മുകളിലൊരു വാല്യൂ ഇല്ല. അപ്പോൾ ദേ ആർ ക്യൂർഡ്. അപ്പം അങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ബാരിയാട്രിക് സർജറി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഫാറ്റ് എടുത്തളയോ? ഇല്ല, അത് വെരി കോമൺ ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇതിൽ നമ്മൾ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിലും ഫാറ്റ് എടുത്ത് കളയുന്ന അല്ല ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കുടലിൻ്റെ ഒരു സർജറിയാണ് ചെയ്യുന്നത്. വളരെ കോമൺ ആയിട്ട് 60-70% കേസസിൽ നമ്മൾ ചെയ്യുന്ന സ്ലീവ് ഗ്യാസ്ട്രക്ടമി എന്നുള്ള പ്രൊസീജിയറാണ്. അതൊരു ടിപ്പിക്കൽ എക്സാമ്പിളായിട്ട് ആൾക്കാരെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിളും ഇതാണ്. സ്ലീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷർട്ടിൻ്റെ ഒരു സ്ലീവ് പോലെ. ഗ്യാസ്ട്രക്ടമി എന്ന് പറഞ്ഞാൽ സ്റ്റമക്കിൻ്റെ ഒരു പാർട്ട് നമ്മൾ കളയാണ് ചെയ്യുന്നത്. സ്റ്റമക്കിന് ഏകദേശം ഒരു വോളിയം ഒരു 2 ലിറ്റർ ഉണ്ടാവും. നമ്മൾ സ്ലീവ് ചെയ്യുമ്പോൾ സ്റ്റമക്കിൻ്റെ വോളിയം ഏകദേശം ഒരു 100 ml ആയി മാറും. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ സ്റ്റമക്ക് ഇങ്ങനെ ബലൂൺ പോലെ വീർത്ത് വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു പാർട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്യല് തന്നെ, പക്ഷെ ഉള്ളിൽ നിന്ന് കൺട്രോൾ ചെയ്യും, അതാണോ? അത് മാത്രമല്ല, ഇത് മാത്രമാണ് ഈ ഒരു ലോജിക്കിലാണ് ഈ സർജറി തുടങ്ങിയത്. അതായത് ഒരു റെസ്ട്രിക്റ്റീവ് കമ്പോണന്റ്, അതായത് വയറിന്റെ സൈസ് കുറയ്ക്കുക. അതെ എന്നാണ് ഇനീഷ്യലി വിചാരിച്ചത്. പക്ഷെ അത് മാത്രമല്ല. കാരണം ഇപ്പോൾ പോയ സ്റ്റമക്ക് ഉണ്ടല്ലോ, ആ സ്റ്റമക്കിൽ നിന്ന് ഉണ്ടാവുന്ന കുറേ ഹോർമോൺസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഗ്രലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ട്. ബേസിക്കലി നമ്മുടെ ഹങ്കർ കൺട്രോൾ ചെയ്യുന്നത് ഈ ഹോർമോണാണ്. അപ്പോൾ ആ ഒരു സ്റ്റമക്ക് ഇല്ലെങ്കിൽ നമുക്കത് കുറച്ച് കഴിച്ചാൽ തന്നെ ഫുള്ളാവുകയും ചെയ്യും. അപ്പറ്റൈറ്റ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് വരികയും ചെയ്യില്ല. പിന്നെ ഈ സ്ലീവ് കഴിഞ്ഞ ആൾക്കാരിൽ ഈ ഒരു ചെറുകുടലുണ്ടല്ലോ, ഈ ഐലിയം എന്നുള്ള പറഞ്ഞ ആ ഭാഗങ്ങളിൽ കുറച്ച് GLP പോലുള്ള കുറേ മോളിക്യൂൾസ് ഉണ്ടാവും. GLP എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ അതന്നെ ഡയബറ്റീസിനുള്ള മെഡിസിൻസ് ഉണ്ട്. ഇപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടിയുള്ള മെഡിസിൻസ് ഇപ്പോൾ വളരെ പോപ്പുലറായിട്ട് ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. മോഞ്ചാരോ, എന്താ പറയുക, ഓസംപിക്, സെമാഗ്ലൂട്ടൈഡ്, ടിർസെപ്പിറ്റൈഡ് എന്ന് പറഞ്ഞാൽ. ബേസിക്കലി നമ്മൾ ബാരിയാട്രിക് സർജറി ചെയ്യുമ്പോൾ ലൈഫ് ലോങ് ആയിട്ട് ആ ഇഞ്ചക്ഷൻ എടുക്കുന്ന എഫക്റ്റ് വരും. മനസ്സിലായില്ലേ? ഇപ്പോൾ പല മെഡിസിൻസും നമ്മൾ ഈ വെയിറ്റ് ലോസിന് വേണ്ടിയുള്ള മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോഴ്സ് പറയാറ് ഒരു 1 year എടുക്കണം എന്ന് പറയാം. എടുക്കുമ്പോഴാണ് ഒരു 20% അല്ലെങ്കിൽ 15% വെയിറ്റ് ലോസ് വരിക. അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും വെയിറ്റ് റീഗെയിൻ ചെയ്യും. ഒരു 10% ആൾക്കാരിൽ മാത്രമേ ആ ഒരു സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു 1 year നമ്മൾ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന എഫക്റ്റ് നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് കിട്ടും ബാരിയാട്രിക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ഈ ഭയങ്കര ഒബീസ് ആയിട്ടുള്ള ഒരാൾ ഈ ബാരിയാട്രിക് സർജറി ചെയ്ത് കഴിയുമ്പോൾ അയാളുടെ വണ്ണം ഗ്രാജുവലി കുറയുള്ളൂ, അല്ലാണ്ട് വിസിബിളി പെട്ടെന്ന് അങ്ങനെ കുറയില്ലല്ലോ? ഇനീഷ്യലി അതിപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാർട്ടാണ്. ആക്ച്വലി ഇനീഷ്യലി ചെയ്ത സമയത്ത് ഇനീഷ്യൽ ഒരു 10 അല്ലെങ്കിൽ 2 വീക്സിൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടൊരു ഫോൾ വരും. സാധാരണ ഇതിൽ ഇങ്ങനെ. പിന്നെ 3 വീക്സ് കഴിയുമ്പോൾ ഒരു സ്റ്റോൾ ഉണ്ടാവും. പിന്നെ ഒരു ഗ്രാജുവലി ഒരു 0.5 to 1 to 2 kg per week ആയിട്ട് മെല്ലെ കുറഞ്ഞു വരും. ഇനീഷ്യൽ ഫോൾ ഹയസ്റ്റ് ആയിട്ട് വരുന്ന ഫസ്റ്റ് 3 monthsലാണ്. ആ ഒരു ഏറെക്കുറെ എത്ര വെയിറ്റ് വ്യത്യാസം വരും അവർക്ക്?
അത് ഡിപ്പെൻഡിങ് ആണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന BMI അനുസരിച്ചായിരിക്കും. പിന്നെ നമ്മൾ BMI കൂടിയ ആൾക്കാരിൽ നമ്മൾ കൊടുക്കുന്ന ഡയറ്റിനും ഒരു കണക്കൂട്ടലുണ്ട്. അതിപ്പോൾ ഇനീഷ്യലി 50 ഉള്ള BMI ഉള്ള ഒരാൾക്കാണെന്ന് വെച്ചാൽ നമ്മൾ ഇനീഷ്യലി ഒരു 500-600 കിലോ കാലറി കൊടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഡെയിലി ഒരാളുടെ ഒരു റിക്വയർമെൻറ്റ് ഒരു 1800 അത്രയും കിലോ കാലറി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പോകുകയാണെന്ന് വെച്ചാൽ ഡെയിലി ഒരു 300 ഗ്രാം ഫാറ്റ് ബേൺ ചെയ്യും ഡെയിലി. അപ്പോൾ വീക്ക്ലി ഒരു 2 to 2.5 കിലോ പോവും. അപ്പോൾ അതിപ്പോൾ ആവശ്യമുള്ള അനുസരിച്ചാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഒബീസിറ്റിയുടെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ BMI വെച്ചിട്ടാണ് നമ്മൾ ഈസിലി ക്ലാസിഫൈ ചെയ്യുന്നത്. 30യുടെ മുകളിലാണ് വെച്ചാൽ 30 to 35 ആണ് വെച്ചാൽ ക്ലാസ് 1 ഒബീസിറ്റി എന്ന് പറയുക. അപ്പോൾ അവരിൽ അങ്ങനെ ഒത്തിരി ഭയങ്കര നമ്മൾ കണ്ടാലും ചിലപ്പോൾ അധികം വണ്ണമുള്ള ഒരാളായിട്ട് തോന്നുന്നില്ല. പക്ഷെ നോക്കുകയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഹൈപ്പർ ടെൻഷനോ ഷുഗറോ ഒക്കെ ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ അവർക്ക് നമുക്ക് സർജറി ചെയ്യാൻ ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ ചെയ്ത ആൾക്കാരിൽ നമുക്ക് ചിലപ്പോൾ ഒരു 90 കിലോ ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഒരു ഷുഗറും പ്രഷറും കാര്യങ്ങളൊക്കെ ഇനീഷ്യൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ കൺട്രോൾ ആവും. പിന്നെ മെല്ലെ മെല്ലെ ഇപ്പോൾ ഒരു 80 ഉണ്ടായിരുന്ന ഒരാൾ ചിലപ്പോൾ സർജറി കഴിഞ്ഞ് 1 മന്ത് ആകുമ്പോൾ ഒരു 72 അങ്ങനെയൊക്കെ ആയി മാറി കുറഞ്ഞു വരും. ഓവർ ടൈം അറ്റ് ദ എൻഡ് ഓഫ് 1 ഇയർ അതൊരു നോർമലായിട്ടുള്ളൊരു BMI റേഞ്ചിലേക്ക് വരും ഏകദേശം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഡോക്ടർ നമ്മൾ ഭക്ഷണം കൺട്രോൾ ആവും എന്ന് പറഞ്ഞല്ലോ, ആളുടെ ഹങ്കർ കൺട്രോൾ ആവും. ഇതിപ്പോൾ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന എനർജിക്കും കൂടി വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് എനർജി ഇല്ലാതെ ക്ഷീണം വരുന്ന നമ്മുടെ ശരീരത്തിന് വേണ്ട സാധനങ്ങൾ കിട്ടാണ്ടും വരൂലേ? ആക്ച്വലി ഒബീസിറ്റി എന്ന് പറയുമ്പോൾ ഒരു ന്യൂട്രീഷണൽ ഡിസോർഡറാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഓവർ ന്യൂട്രീഷൻ എന്ന് പറയാം. ഓൾറെഡി ബോഡിയിൽ കുറേ എനർജി സ്റ്റോർസ് ഉണ്ട്, അത് ഫാറ്റായിട്ടിരിക്കുകയാണ്. അത് ബോഡിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ച് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സസൈസ് ഒക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ബോഡിയിൽ ആദ്യം ഉപയോഗിക്കുന്ന ഗ്ലൂക്കോസ് ആയിരിക്കും, പിന്നെ ഗ്ലൈക്കോജൻ യൂസ് ചെയ്യും, പിന്നെ ലാസ്റ്റായിട്ടാണ് ഈ ഫാറ്റും പ്രോട്ടീനൊക്കെ യൂസ് ആവുന്നത്. അപ്പോൾ ബോഡിക്ക് കാലറി യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കാതിരിക്കുമ്പോൾ ബോഡി തന്നെ ആ ഒരു ഫാറ്റ് യൂസ് ചെയ്ത് തുടങ്ങും. പോസ്റ്റ് ബേരിയാട്രിക് സർജറി കഴിയുമ്പോഴേ ആ ഒരു മെറ്റബോളിക് ആയിട്ടുള്ള ഒരു സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്യാണ്. പല ആൾക്കാർ ഇപ്പോൾ ഒബീസിറ്റി ഉള്ള ആൾക്കാർ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യലി ആ ബോഡി ചെയ്യാൻ നോക്കുന്നത് ആ ഫാറ്റിനെ കൺസർവ് ചെയ്യാനാണ് നോക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ഫുഡ് കഴിച്ചു, പിന്നെ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ ആ ഒരു ഫാറ്റിനെ കൺസർവ് ചെയ്യാനാണ് നോക്കുന്നത്. ഫാമിൻ നടക്കുമ്പോൾ നമ്മൾ എന്താ ബോഡിയിൽ ഉണ്ടാവുക എന്താ വെച്ചാൽ നമ്മുടെ ബോഡി കഴിയുന്നതും ഈ എനർജിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നോക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്നൊരു പോപ്പുലേഷൻ നോക്കുകയാണെന്ന് വെച്ചാൽ കുറേ ഫാമിൻസിൽ കൂടി കടന്നു പോയിട്ടുള്ള പോപ്പുലേഷൻ. ആക്ച്വലി ഒരു ഫാമിൻ കഴിയുമ്പോൾ ബോഡിയിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി നമ്മൾ ജനറ്റിക്കലി നമ്മൾ സെലക്റ്റഡ് ആയി മാറും. ഫാമിൻ കഴിയുമ്പോൾ കുറേ ആൾക്കാർ മരിച്ചു പോകും. അപ്പോൾ ബോഡിയിൽ എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ആൾക്കാരായിരിക്കും സർവൈവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ 2-3 ഫാമിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബീസിറ്റി വരാനുള്ള ടെൻഡൻസി കൂടും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കാലറി എക്സസ് ഉള്ള ഒരു സമയത്താണ് നമുക്കിപ്പോൾ ഫുഡ് എന്ത് വേണമെങ്കിലും മേടിച്ച് കഴിക്കാം, എന്ത് വേണമെങ്കിലും അനങ്ങാണ്ട് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഒരു കാലറി എന്താ പറയുക ബോഡിയിൽ കാലറി സേവ് ചെയ്ത് വെക്കാനായിട്ടുള്ള ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ നോർമലി നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ ആ ഫാറ്റിനെ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ആക്റ്റീവ് ആവുന്നില്ല. പക്ഷേ ബെരിയാട്രിക് സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഫാറ്റും കൂടി യൂസ് ചെയ്ത് തുടങ്ങാനായിട്ടുള്ളൊരു സിഗ്നൽ കിട്ടാണ് ബോഡിക്ക്. ഓക്കെ. അപ്പോൾ ആരൊക്കെയാണ് ഈ ബെരിയാട്രിക് സർജറി ചെയ്യേണ്ട ആളുകൾ? ഓക്കെ, ഇത് ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്, പിന്നെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇപ്പോൾ കോമൺലി നമ്മൾ ഒബീസിറ്റിനെ മെഷർ ചെയ്യുന്നത് ബോഡി മാസ് ഇൻഡെക്സ് എന്നുള്ളൊരു മാർക്കർ വെച്ചിട്ടാണ്. നമ്മുടെ ഹൈറ്റും വെയിറ്റും വെച്ച് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ 30യുടെ മുകളിലാണെങ്കിലാണ് ഒബീസിറ്റി എന്ന് പറയുക. 35യുടെ മുകളിലാണെങ്കിൽ വേറെ ഒരു അസുഖവും ഇല്ല എന്ന് വിചാരിക്കുകയാണെന്ന് വെച്ചാൽ സർജറി ചെയ്യാം, ഒരു ഇൻഡിക്കേഷനായി. 35 മാത്രം. 30യുടെ മുകളിലാണ് ക്ലാസ് 1 ഒബീസിറ്റിയാണ്. ഇപ്പോൾ ഒബീസിറ്റി റിലേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞ എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, റീസെൻ്റ് ആയിട്ടുള്ള ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, പിന്നെ ഈ ഫീമെയിൽസിന് താടി പോലെ വരിക, അങ്ങനെ ഹെയർ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസിൻ്റെ ഭാഗമായിട്ട് വരാം, പിന്നെ ഫാറ്റി ലിവർ, പിന്നെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, ഹൈപ്പോതൈറോയിഡിസം, സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിൻസ്, അതായത് നമ്മൾ അറിയാണ്ട് ചുമയ്ക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ അറിയാണ്ട് യൂറിൻ പോവുക, പിന്നെ വാരിക്കോസ് വെയിൻസ്, അങ്ങനെ ഒരു ഒബീസിറ്റി റിലേറ്റഡ് 30-35 ഡിസോർഡേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരിൽ എന്തെങ്കിലും ഒന്നുണ്ടായാൽ തന്നെ മതി. ഇപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അതായാലും മതി. 30യുടെ മുകളിലാണെന്ന് വെച്ചാൽ സർജറി ചെയ്യാം. സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ പൊട്ടൻഷ്യലി റിവേഴ്സായി മാറും, ക്യൂർ ചെയ്യാനും പറ്റും. ഇത് ആക്ച്വലി ഞങ്ങൾ എൻഡോസ്കോപ്പി വഴിയും ഇത് ചെയ്യാറുണ്ട് കേട്ടോ. അത് പക്ഷേ ഇത്രയും ഹൈ ഒബീസിറ്റിക്ക് ഒരു 30 വരെയാണെങ്കിൽ നമുക്ക് ബലൂണൊക്കെ ഇടും. നമ്മൾ ബലൂണൊക്കെ ഇട്ടിട്ട് ദർ വിൽ ബി അതിൽ സ്ഥലം കുറയ്ക്കും. ഒരു ബലൂൺ ഉണ്ടാകും വയറിൻ്റെ ഉള്ളിൽ, കുറച്ച് സ്ഥലം, കുറച്ച് ഫുഡ് കിടക്കുന്ന ഒരു കുറച്ച് മാത്രം ഫുഡ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുണ്ട്. അതുപോലത്തെ കുറേ ടൈപ്പ് ഓഫ് ബലൂൺസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഓൾവേസ് ബെറ്റർ ഇസ്
ബാരിയാട്രിക് സർജറി. ഇതിലിപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒബീസിറ്റി മാനേജ് ചെയ്യാനായിട്ട് മെഡിക്കൽ ഓപ്ഷൻസ്, എൻഡോസ്കോപ്പിക് ട്രീറ്റ്മെൻറ്റ്, ഡയറ്റ് ആൻഡ് എക്സസൈസ്. ഉള്ളതിൽ ഏറ്റവും ഡ്യൂറബിൾ ആയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ബാരിയാട്രിക് സർജറിയാണ്. സെക്കൻഡ് ഇൻ ലൈനായിട്ട് എന്തായാലും എൻഡോസ്കോപ്പിക് ട്രീറ്റ്മെൻറ്റ്സ് വരും. ഈ മാഡം പറഞ്ഞ പോലെ ബലൂൺസ് ആൾക്കാർക്ക് ഇപ്പോൾ സർജറി എന്തായാലും വേണ്ട, എനിക്ക് സ്കാർ ഒന്നും പാടില്ല, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ അവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ വാട്ട് വി ഹാവ് ഫൗണ്ട് ഇൻ അവർ എക്സ്പീരിയൻസ് ഇസ് ദാറ്റ് ബലൂൺ ഇട്ട ആൾക്കാരിൽ കുറേ ആൾക്കാർ അത് ടോളറേറ്റ് ചെയ്യാറില്ല. ബലൂൺ വയറിനകത്ത് എപ്പോഴും ഒരു ഫോറിൻ ബോഡി പോലെ ഇരിക്കും. പിന്നെ ഇത് ടെമ്പററി ആണ്, എപ്പോഴും ബലൂൺ ഉണ്ടാവില്ല. മോസ്റ്റ് ലോങ് ലൈഫ് ഇതിപ്പോ എല്ലാം ഇത് ടെമ്പററി ആണ്. ബലൂൺ വിൽ ഡെഫിനറ്റ്ലി ഹാവ് ടു കം ഔട്ട്. ആ ഒരു സമയത്ത് വെയിറ്റ് ലോസ് വന്നിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് വെയിറ്റ് ലോസ് മെയിൻറ്റെയിൻ ആൾക്കാർക്ക് നല്ലതാണ്. ഇപ്പോൾ ബലൂൺ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, തിരിച്ച് പഴയ ഒരു സ്ഥിതിയിലേക്ക് എത്താതിരിക്കാനായിട്ട് തടയാനായിട്ടുള്ള പേഷ്യൻ്റെ ഒരു മൈൻഡ് സെറ്റ് മാത്രമേ ഉള്ളൂ. ബാരിയാട്രിക് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലുള്ള കുറേ സംഭവങ്ങൾ മാറും. ആ ഒരു മെറ്റബോളിക്കലി ആക്റ്റീവ് ആവും. ആ ഒരു ആക്ടിവിറ്റി ലൈഫ് ലോങ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇത് എത്ര ദിവസം എടുക്കുന്നു? ഇപ്പോൾ ഒരാൾക്ക് സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എത്ര ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാം? സാധാരണ ഇതിൽ നമ്മൾ ഇത് കീ ഹോളായിട്ടാണ് ചെയ്യാറ്. ഓപ്പൺ ആയിട്ട് പണ്ട് ചെയ്തൊന്നും ഇപ്പം ആരും ചെയ്യാറില്ല. കീ ഹോളായിട്ട് തന്നെ ചെയ്യാറ്. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണ ഇതിൽ 2 to 3 daysലാണ് സാറിന് വെക്കാറ്. ഇനി വേറെ എന്തെങ്കിലും വേറെയും ഇഷ്യൂസ് ഉള്ള, ഇപ്പോൾ സാധാരണ ഒബീസിറ്റി ഉള്ളൊരു പേഷ്യൻറ്റ് സാധാരണ ഒരു പേഷ്യൻ്റ് അല്ല, വേറെയും കുറേ ഇഷ്യൂസും വേറെ അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് ഒരു കാനുല ഇടാൻ തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് വരിക. അപ്പോൾ അവർക്ക് വേണ്ട കെയർ കൊടുത്ത് സാധാരണ ഇതിലൊരു 3 daysലാണ് വീട്ടിൽ വിടാൻ പറ്റാറുണ്ട്. പിന്നെ വേറെ കുറേ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള ഒരു കെയറും കൂടി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു 3-4 days. ഈ ബാരിയാട്രിക് സർജറി കഴിഞ്ഞ ആളുകൾക്ക് ബാക്ക് ടു നോർമൽ അപ്പം തന്നെ ആവാൻ പറ്റുമോ? ബാക്ക് ടു നോർമൽ എന്ന് പറയുമ്പോൾ എണീറ്റ് നടക്കാനൊക്കെ നമ്മൾ സർജറി കഴിഞ്ഞ ആ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം മുതൽ പറയും. പിന്നെ ബാത്റൂമിൽ പോകാനും കുളിക്കാനും കാര്യങ്ങളൊക്കെ ഒരു 48 hours കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഡയറ്റിൻ്റെ കാര്യത്തിലാണ് ഒരു ഇതുള്ളത്. നമ്മൾ ഇനീഷ്യലി ആദ്യം ഒരു ക്ലിയർ ലിക്വിഡ് ഡയറ്റ് ആയിരിക്കും ഒരു 1 week കൊടുക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടി തിക്കറായിട്ടുള്ള ഡയറ്റ് കൊടുക്കും. പിന്നെ പ്യൂറേഡ് ആയിട്ട് മിക്സിയിലൊക്കെ അടിച്ചിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബേബിക്ക് എങ്ങനെയാണോ നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ഒരു ബേബിയുടെ ഒരു സ്റ്റമക്ക് പോലെ തന്നെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കൊടുക്കും. പിന്നെ അത് നോർമൽ ഡയറ്റിലേക്ക് വരുന്ന ഏകദേശം ഒരു 1 to 2 months, 1 month ഒക്കെ ആകുമ്പോൾ ഏകദേശം നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നതാണ്. അത് പക്ഷേ കഴിക്കുമ്പോൾ ഇതിപ്പോൾ സർജറി ഒരു ഷോർട്ട് കട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പേഷ്യൻ്റെ സൈഡിൽ നിന്ന് ലോങ് ടേം ആയിട്ടുള്ള ഡയറ്ററ്റിക് കമ്മിറ്റ്മെൻറ്റും വേണം. ഡയറ്റ് നമ്മൾ എടുക്കുന്നതിൽ നമ്മളിപ്പോൾ എക്സസ് സ്വീറ്റ് ഉള്ളത് പാടില്ല, കാർബൺ സോഡ പാടില്ല. അങ്ങനെ ലോങ് ടേം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ടാണ്. ഓവർ ഈറ്റിംഗും പാടില്ല. അതെ അതെ, ഓവർ ഈറ്റിംഗ് പറ്റില്ലല്ലോ അല്ലേ? ഓവർ ഈറ്റിംഗ് നമ്മളിപ്പോൾ ഇനീഷ്യൽ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവർ ഈറ്റിംഗ് ചെയ്യാൻ ടെൻഡൻസി ഉള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഫുള്ളായി കഴിഞ്ഞാൽ നിർത്തണം എന്നാണ് നമ്മൾ സാറിന് പറയാം. പക്ഷേ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഏർജ് ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരിൽ എന്താ പറ്റിയ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്ലീവ് തന്നെ പറയുകയാണ്, ചില നമ്മൾ ചെറുതാക്കി സ്റ്റമക്ക് സ്ട്രെച്ച് ആയി തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കുറഞ്ഞു വരും, ആ ഒരു റെസ്ട്രിക്റ്റീവ് കമ്പോണൻറ്റ് കുറയും. അപ്പോൾ ഒരു നമ്മൾ 200 cc കൂടുതലായി കഴിഞ്ഞാൽ വെയിറ്റ് റീഗെയിൻ വരാം. ഇങ്ങനെ കുറേ നമ്മൾ കുറച്ച് ശീലങ്ങളുണ്ട്. നമ്മളത് ഫോളോ ചെയ്യാനായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സർജറി ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു ഹെൽത്തിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ബാരിയാട്രിക് സർജറി. ഇതിപ്പോൾ പല ആൾക്കാർക്കും വെയിറ്റ് റീഗെയിൻ വരുന്നത് ഒരു 5 years അല്ലെങ്കിൽ 10 years കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവുക. പക്ഷേ ആദ്യത്തെ പോലെ ഒന്നും വരുന്നില്ലല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ 130 സർജറി ചെയ്ത ആള് വീണ്ടും വെയിറ്റ് ലോസ് പറഞ്ഞു ഒരു 80-85 ആയിട്ട് പിന്നെ വീണ്ടും 100 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കുമ്പോൾ വെയിറ്റ് റീഗെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഓവർ ദ 10 years വരികയാണെന്ന് 10 years ഡയബറ്റീസ് ഇല്ലാത്തതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവും, 10 years ഹൈപ്പർടെൻസീവ് അല്ലാതിരുന്നതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. അങ്ങനെ ലോങ് ടേം ആയിട്ട് ഹെൽത്ത്. ഇപ്പോൾ കിഡ്നി ഓവർ ദ 10 years ഡയബറ്റിക് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നെഫ്രോപ്പതി പോയി കിഡ്നി ഫെയിലിയർ ആയിരുന്നു. അതെല്ലാം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ലോങ് ടേം ബെനിഫിറ്റ്, വെയിറ്റ് ലോസ് എന്ന് ചേഞ്ചിങ് ദ കോഴ്സ് ഓഫ് യുവർ ലൈഫ്. ലൈഫ് എങ്ങനെയാണ് അതിന്റെ മൊത്തത്തിൽ. പിന്നെ ലോങ്കിവിറ്റി നോക്കാം. ഇപ്പോൾ ഒരു 40 BMI മുകളിലുള്ള ഒരാൾക്ക് 6 out of 7 people will die early എന്നാണ് പറയുന്നത്. 6 out of 7. അപ്പോൾ 85% അപ്പോൾ അവരുടെ ഒരു ലൈഫ് സ്പാൻ കുറയും, ഓൾമോസ്റ്റ് 10 years കുറയും. ഇപ്പോൾ ബാരിയാട്രിക് സർജറി പിന്നെ പല ആൾക്കാരും ചോദിക്കേണ്ടത് സർജറി സേഫ് ആണോ, റിസ്കി ആണോ എന്നൊക്കെ, മരണസാധ്യത ഉണ്ടോയെന്ന്. എല്ലാ സർജറിക്കും അതിൻ്റേതായിട്ടുള്ള റിസ്ക്കുകളുണ്ട്. പക്ഷെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചാൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഗോൾ ബ്ലാഡർ സർജറി അത്ര സേഫ് തന്നെയാണ് ബാരിയാട്രിക് സർജറി. അപ്പോൾ ആൾക്കാർക്കൊരു മിത്ത് ഉണ്ട് അൺസേഫ് ആണെന്നുള്ളത്. എസ്പെഷ്യലി ഒബീസ് ആയിട്ടുള്ള പേഷ്യൻസിന് അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ റിസ്ക് കൂടുന്ന അല്ലാണ്ട് വേറെ ഈ സർജറി ഒരു സേഫ് ആയിട്ടുള്ള പ്രൊസീജിയർ തന്നെയാണ്. അത് ഈ എക്സ്ട്രാ വരുന്ന സാധനങ്ങൾ എടുത്ത് കളയുന്ന പോലെ ഉള്ളിലുള്ള ഉള്ളിലുള്ള നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. ഇത്രയും ഫാറ്റ് എടുത്ത് കളയുന്ന സർജറി അല്ല അത്. ബിക്കോസ് മേ ബി നൗ വെൻ ഡോക്ടർ ഈസ് ടെല്ലിങ് ഇതിന്റെ എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാം. ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ബേരിയാട്രിക് സർജറി ഒരു കോസ്മെറ്റിക് പ്രൊസീജിയർ ആണ് വെറുതെ. പക്ഷെ അല്ല, ഇറ്റ് ഈസ് മച്ച് മോർ ദാൻ ദാറ്റ്. നമ്മൾ ഡോക്ടർ പറഞ്ഞ ഇംപ്രൂവിങ് ഓൾ യുവർ സിസ്റ്റംസ് ബിക്കോസ് യു ആർ ട്രീറ്റിംഗ് ദറ്റ് ഒബീസിറ്റി. ഇറ്റ് ഈസ് വെരി വെരി മച്ച് ബെനിഫിഷ്യൽ. ഓക്കെ.